ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറയും പൂരിയാണ്. ഇന്ന് ആ പൂരിയുടെ പ്രിപ്പറേഷനാണ് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത്. പൂരി നമുക്ക് കേൾക്കാനായിട്ട് വളരെ എളുപ്പമാണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ലൊരു പൂരി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. പലരും പറയും തയ്യാറാക്കുന്ന പൂരി വന്ന് ബൾജ് ചെയ്തിരിക്കുന്നില്ല, സോഫ്റ്റായി ഇരിക്കുന്നില്ല എന്നൊക്കെ. മാവ് കുഴയ്ക്കുന്നത് മുതൽ ഓയിലിൻ്റെ ആ ഒരു ചൂട് ക്രമീകരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ലൊരു പൂരി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. പ്രിപ്പറേഷനിലോട്ട് പോകാം. വീഡിയോ കാണാം. അപ്പോൾ പൂരിയുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് ചേർത്താൽ മതി. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് മൈദ മാവ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ വെള്ളത്തിൻ്റെ ഞാൻ കണക്കൊന്നും പറയുന്നില്ല, ഓരോ മാവിനെയും ബേസ് ചെയ്തിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസായിട്ട് തന്നെ ആദ്യം ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് മാവും കൂടെ അതിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ലൂസായിട്ട് നമ്മൾ കുഴച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് കൂടെ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിൽ കൂടുതലായിട്ട് നമുക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് ആളുകളുടെ എണ്ണം അനുസരിച്ച് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് ടൈറ്റായിട്ട് കുഴച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ചേർക്കുന്നത്. ഒന്നുകൂടെ നമുക്കൊന്ന് അതിനെ മയപ്പെടുത്തിയെടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കണ്ട. ഞാനിപ്പോൾ 1 ടീസ്പൂണൊക്കെ ഒഴിച്ച് കാണുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് ഒരു 1/4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കി ഇതിനെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ഇതിനെല്ലാം ഓരോ ബോൾസാക്കി മാറ്റി ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളിത് പൂരി പ്രഷറിൽ വെച്ചാണ് തയ്യാറാക്കുന്നത്. അല്ല ചപ്പാത്തിയിലാണെങ്കിൽ നിങ്ങൾ മാവ് ചപ്പാത്തി പരത്തും പോലെ പലകയിൽ പരത്തി വേണം ചെയ്യാൻ. ചപ്പാത്തി പലകയിലാണെങ്കിൽ ഇപ്പം പൂരിയിൽ പ്രസ് ചെയ്ത് അങ്ങ് എടുക്കുകയാണ്. അതാണ് ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഈ സമയം ഓയിലൊക്കെ ചൂടാക്കാനായിട്ട് വെക്കണം. പൂരി പ്രഷറാകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. ഒരുപാടങ്ങ് പരത്തി എടുക്കണ്ട. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തും പോലെ. എന്നാൽ പൂരി അങ്ങനെ പൊള്ളി വരത്തില്ല. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ കുറച്ച് കളറായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് നമ്മളൊന്ന് ഓയിലിട്ടിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ഉടനെ തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. നല്ല ഫ്ലെയിം ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല കളറും അതുപോലെ തന്നെ പെട്ടെന്ന് ബൾജ് ചെയ്ത് വരത്തുള്ളൂ. അത് ഈ ഓയിലൊന്നും കുടിച്ചിട്ടില്ല. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
നല്ല പഫി ആയിട്ടുള്ള പൂരിയാണ്.